നമസ്കാരം. ഇമ്പീരിയൽ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങാപ്പാൽ ചോറും നല്ല ചിക്കൻ കറിയുമാണ്. അധികം താമസിയാതെ നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം റൈസ് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്ക, ഗ്രാമ്പു, പട്ട, പെരുംജീരകം, തക്കോലം എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് തേങ്ങാപ്പാൽ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് അരിയാണ്. അതിലേക്ക് 4 ഗ്ലാസ് തേങ്ങാപ്പാലും 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ തിളക്കുന്നത് വരെ കാത്തിരിക്കുക. തേങ്ങാപ്പാൽ തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ഓർക്കുക. അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കാഷ്യൂനട്ട്, കിസ്മിസ്, വേപ്പില, സവാള എന്നിവ വറുത്ത് മുകളിൽ ഗാർണിഷ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം 3 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനുശേഷം റൈസ് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ചിക്കൻ കറി റെഡിയാക്കുന്നതിനായി ഒരു ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി കഴിയുമ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും വാടിയതിന് ശേഷം ഒരു 4 പച്ചമുളക് 2ആയി മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി 2ആയി മുറിച്ചത് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിയും ഒന്ന് വാടിയതിനു ശേഷം 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് വാടിയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാളയും മസാലയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും
ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് പോരാത്തത് കൊണ്ടാണ് ഇവിടെ വീണ്ടും ചേർത്തിരിക്കുന്നത്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് റൈസ് ഒന്ന് നോക്കാം. റൈസ് പാകത്തിന് കുക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ തേങ്ങാപ്പാൽ ചോറും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്